നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ നിക്കൽ ലോഹം കലർന്നതായി VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. നേരിയ സ്വർണ്ണ നിറമുള്ള തിളക്കമാർന്ന ലോഹമാണ് നിക്കൽ. കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച മെർക്കുറിയുടെ അംശം ഉണ്ടായിരുന്നു. തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശം ലവലേശം ഇല്ല. നിക്കലിന് പുറമെ അക്രിലിക് പോളിമർ കാര്യമായ അളവിൽ കലർന്നു. പഴയ ശുദ്ധമായ സ്വർണ്ണപ്പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രിലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി ബോധ്യമാവുമെന്ന് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാപക റെയ്ഡുമായി ED. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളുടെയും വീടുകളിലാണ് ED റെയ്ഡ് ആരംഭിച്ചത്. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരടക്കമുള്ളവരുടെ വീടുകളിലുമാണ് ഇന്ന് വ്യാപക റെയ്ഡ് ആരംഭിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടക്കുന്നുണ്ട്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും ED സംഘം റെയ്ഡ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ED സംഘം എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം റീലിലൂടെ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന് സൂചന. വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. മുസ്ലിം ലീഗ് പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BNS 108 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ യുവതി ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ശബരിമല സ്വർണ്ണ കേസിലെ പ്രതി ശങ്കർദാസിന്റെ മകനും ആംഡ് ബറ്റാലിയൻ DIGയുമായ ഹരിശങ്കറിന്റെ ഭാര്യയുടെ കൂടി പേരിലുള്ള ശ്രീധന്യ കൺസ്ട്രക്ഷൻസിൽ 2 വർഷം മുമ്പ് കണ്ടെത്തിയ 400 കോടി രൂപയുടെ നികുതി വെട്ട് സംബന്ധിച്ച അന്വേഷണം സ്തംഭിച്ചതിൽ ദുരൂഹത. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപരിധിയിലുള്ള തട്ടിപ്പായതിനാൽ കേസ് EDക്ക് കൈമാറാനായിരുന്നു സംസ്ഥാന നികുതി വകുപ്പ് തീരുമാനം. റെയ്ഡിനെതിരെ ശ്രീധന്യ കൺസ്ട്രക്ഷൻസ് ഉടമയും ഹരിശങ്കറിന്റെ ഭാര്യാപിതാവുമായ കിളിമാനൂർ ചന്ദ്രബാബു നിയമ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചതിനാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കോടതി നടപടികൾ മറികടക്കാൻ നികുതി വകുപ്പും നടപടിയെടുത്തില്ല. ഇതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമേൽ ശങ്കർദാസ് ചെലുത്തിയ സ്വാധീനമാണെന്നാണ് ആരോപണം. ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞ് കുടുങ്ങി ഒരിക്കൽ മന്ത്രിസ്ഥാനം തെറിച്ച സജി ചെറിയാൻ വർഗീയ ധ്രുവീകരണമുണ്ടാക്കുന്ന പരാമർശത്തിലൂടെ വീണ്ടും വിവാദത്തിലായി. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വർഗീയത പടർത്തുന്നതാണെന്ന് മനസ്സിലാക്കാൻ മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതിയെന്നായിരുന്നു വിവാദ വാക്കുകൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേഷം നോക്കി മനുഷ്യനെ വേർതിരിക്കുന്ന സംഘപരിവാറിന്റെ അതേ മനോഭാവമാണ് സജി ചെറിയാന്റെ എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഇത് CPMനെ വെട്ടിലാക്കിയിട്ടുണ്ട്. വനിതാ പ്രവർത്തകയുടെ ചോദ്യത്തിന് മുമ്പിൽ ഇളിഭ്യനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന് എന്ത് ഗുണമെന്നായിരുന്നു ചോദ്യം. മലയാളത്തിൽ ചോദിച്ച ഈ ചോദ്യം ഷാഫി പറമ്പിൽ MP ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തെങ്കിലും രാഹുൽ ഗാന്ധി മറുപടി നൽകിയില്ല. മറൈൻ ഡ്രൈവിൽ KPCC സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു രാഹുൽ. നീണ്ട പ്രസംഗത്തിനു ശേഷം പങ്കെടുത്ത പ്രതിനിധികൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ രാഹുൽ ആവശ്യപ്പെടുകയായിരുന്നു. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് ഉറച്ചു പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ സമയത്ത് മറ്റാരും ചോദ്യം ചോദിക്കാതെ വന്നതോടെയാണ് വനിതാ പ്രവർത്തക ചോദ്യം ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ മഹാപഞ്ചായത്തിൽ അതൃപ്തി പരസ്യമാക്കി AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP എല്ലാവരെയും ഒത്തിണക്കാനായി രാഹുൽ ഗാന്ധി എത്തിച്ച് സംഘടിപ്പിച്ച വിജയാഘോഷ പരിപാടിക്കിടെ ശശി തരൂർ പരാതി അറിയിച്ച ശേഷം വേദി വിടുകയും ചെയ്തു. കോഴിക്കോട് മുക്കത്ത് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച 22-കാരനെ അറസ്റ്റ് ചെയ്തു. കൂടരഞ്ഞി സ്വദേശി മുഹമ്മദ് മിഥിലാജിനെ വയനാട്ടിൽ നിന്ന് മുക്കം പോലീസ് പിടികൂടി. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുഹൃത്തിന്റെ മകളെ ആണ് പീഡിപ്പിച്ചത്. വേദനയുണ്ടെന്ന് അങ്കണവാടിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നടത്തിയ കൗൺസിലിംഗിലാണ് വിവരം വീട്ടുകാർ അറിയുന്നത്. ശബരിമല കൊള്ളയിൽ നിലപാട് കടുപ്പിച്ച ഹൈക്കോടതി. സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ച കോടതി SITക്ക് ഇന്ന് സുപ്രധാനമായ നിരവധി നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ഇടപാടുകളും അന്വേഷിക്കാൻ നൽകിയ നിർദ്ദേശമാണ് ഇതിൽ സുപ്രധാനം. പ്രധാന പ്രതികളുടെയെല്ലാം അക്കൗണ്ടുകളും മരവിപ്പിച്ചു. ഇന്ന് ശബരിമല നടയിൽ വീണ്ടും പരിശോധന നടത്താൻ SITക്ക് കോടതി അനുമതി നൽകി. വാതിൽപ്പാളി അടക്കം അളക്കാനും പരിശോധിക്കാനുമാണ് ഹൈക്കോടതി അനുമതി. ഫെബ്രുവരി 9 വീണ്ടും കേസ് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. 3ാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജി ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും വിശദമായ വാദം. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചിരുന്നു.
രാഹുലിന്റെ എല്ലാ വാദങ്ങളും തള്ളിയായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ജില്ലാ കോടതിയിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് SIT. ബലാത്സംഗ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വിലയിരുത്തിയും അറസ്റ്റ് ചട്ടവിരുദ്ധമെന്നതിന് അടക്കം പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളും തള്ളിയുമാണ് കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യം തള്ളിയിരുന്നത്. പറവൂരിൽ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെരുവാരം കാടാശ്ശേരി ഉഷയുടെ 8 പവൻ വരുന്ന സ്വർണമാല സ്കൂട്ടറിലെത്തിയ 2 പേർ പൊട്ടിച്ചു കടന്നു കളഞ്ഞു. നഗരസഭ 21-ാം വാർഡിൽ പെരുവാരം ഞാറക്കാട് റോഡിൽ കിഴക്കുവശം അങ്കണവാടി റോഡിലൂടെ തിങ്കളാഴ്ച വൈകിട്ട് 4-നായിരുന്നു സംഭവം. സ്കൂട്ടറിലെത്തിയ യുവാക്കളിൽ ഒരാൾ വീട്ടമ്മയുടെ സമീപം ഇറങ്ങുകയും മറ്റേയാൾ സ്കൂട്ടർ കുറച്ചു മാറ്റി നിർത്തുകയും ചെയ്തു. സ്കൂട്ടറിന് പിന്നിൽ നിന്നിറങ്ങിയ ആൾ ബലമായി മാല പൊട്ടിച്ചെടുത്തപ്പോൾ തടയാൻ ശ്രമിച്ച ഉഷ റോഡിലേക്ക് വീണു. ഇതിനിടെ സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ അവരുടെ അടുത്തേക്ക് സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തുകയും മാല പൊട്ടിച്ചയാൾ സ്കൂട്ടറിന്റെ പിന്നിൽ കയറി ഇരുവരും രക്ഷപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ ഉഷ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാന മൃഗം, പക്ഷി, വൃക്ഷം, ഫലം, പുഷ്പം എന്നിവയെ പോലെ സ്വന്തമായ ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ മൈക്രോബ് പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് കേരളം. മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് സംസ്ഥാനതല അംഗീകാരം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകും ഇതോടെ കേരളം. 23-ന് തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്രയിൽ സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബിയൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുക. സാധാരണയായി രോഗകാരികളെന്ന ധാരണയിൽ മാത്രം പൊതുസമൂഹം നോക്കിക്കാണുന്ന സൂക്ഷ്മാണുക്കൾ ദഹനം, രോഗപ്രതിരോധം, മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, മികച്ച വിളവ്, പരിസ്ഥിതി സന്തുലനം തുടങ്ങിയ മേഖലകളിൽ ഗുണകരമായ പങ്ക് വഹിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ സൂക്ഷ്മാണുക്കൾ നൽകുന്ന അനന്തമായ ഗുണഫലങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബിന്റെ ഡയറക്ടറായ ഡോക്ടർ സാബു തോമസ് ആണ് സംസ്ഥാന സൂക്ഷ്മാണു എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യക്ക് മേൽ 50% തീരുവ അടിച്ചേൽപ്പിച്ച US-നെ തീരുവ കൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. US ഇന്ത്യയിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ചെയ്തിരുന്ന പരിപ്പ് ഉൾപ്പെടെയുള്ള പയറുവർഗ്ഗങ്ങൾക്ക് കഴിഞ്ഞ നവംബർ 1-ന് പ്രാബല്യത്തിൽ വരുന്ന വിധം 30% തീരുവ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യ നടത്തിയ സർജിക്കൽ ആക്രമണത്തിൽ വെട്ടിലായ US പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഇടപെടുത്തി പ്രശ്നം തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ ന്യൂഡൽഹിയിലെത്തി നേരിട്ട് കണ്ട് US സെനറ്റർ സ്റ്റീവ് ഡെയ്ൻസ് പരാതിയും പറഞ്ഞു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തിങ്കളാഴ്ച നടന്ന 2 മണിക്കൂർ ഇന്ത്യ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിപുലമായ ചർച്ചകൾ നടത്തി. ആണവ റിയാക്ടറുകൾ, കൃത്രിമ ബുദ്ധി, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, ഭീകരവാദത്തിനെതിരായ സഹകരണം എന്നിവയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. നോയിഡയിൽ വെള്ളം നിറഞ്ഞ കുഴിയിൽ വീണ് മരിച്ച 27 വയസ്സുള്ള ടെക്കി യുവരാജ് മേത്തയുടെ ദൗർഭാഗ്യകരമായ മരണം വാർത്തകളിൽ ഇടം നേടിയതോടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിഷയം അന്വേഷിക്കാൻ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചു. പൊതുജന പ്രതിഷേധത്തെയും താമസക്കാരുടെ പ്രതിഷേധത്തെയും തുടർന്ന് നോയിഡ ട്രാഫിക് സെല്ലിലെ ഒരു ജൂനിയർ എഞ്ചിനീയറായ നവീൻ കുമാറിനെ നോയിഡ അതോറിറ്റി ഇന്നലെ രാവിലെ അടിയന്തരമായി പുറത്താക്കി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോയിഡ CEO ലോകേഷ് എമ്മിനെയും സ്ഥാനത്തു നിന്ന് പുറത്താക്കി. കർണാടക ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് K. രാമചന്ദ്ര റാവു സ്ത്രീകളുമായി അനുരഞ്ജനപരമായ നിലപാട് സ്വീകരിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു വീഡിയോ തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച റാവു വീഡിയോ കെട്ടിച്ചമച്ചതും വ്യാജവുമാണെന്ന് പറഞ്ഞു. ക്ലിപ്പിനെ കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്നും അതിന്റെ ഉദ്ഭവത്തെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം അന്വേഷിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. വീഡിയോ പുറത്തു വന്നതിനു ശേഷം ആഭ്യന്തരമന്ത്രി G. പരമേശ്വരിയെ കാണാൻ റാവു ശ്രമിച്ചു. എന്നാൽ കൂടിക്കാഴ്ച നടന്നില്ല. മുംബൈയിലെ ജുഹു ഗാന്ധിഗ്രാം റോഡിൽ നടൻ അക്ഷയ് കുമാറിന്റെ വാഹനവ്യൂഹത്തിലെ ഒരു സുരക്ഷാ ജീവനക്കാരന്റെ ഇന്നോവ കാർ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. അക്ഷയ് കുമാർ ഒരു ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഇന്നോവ കാർ മേഴ്സിഡീസിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റതായും അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. കൂട്ടിയിടിയെ തുടർന്ന് സുരക്ഷാ ജീവനക്കാരന്റെ ഇന്നോവ കാർ മറിഞ്ഞു. വിവരം ലഭിച്ചതിനെ തുടർന്ന് ജുഹു പോലീസ് സ്ഥലത്തെത്തി വാഹനം നേരെയാക്കാൻ സഹായിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയ്ക്കായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ബോർഡിൽ ചേരുന്നത് സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രൂപപ്പെടുത്തിയ നിർദ്ദേശം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ തിങ്കളാഴ്ച പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ വിതച്ച ശക്തമായ സൂപ്പർ ടൈഫൂണിനെ തുടർന്ന് ഇന്ത്യ തിങ്കളാഴ്ച ഫിലിപ്പീൻസിന് മാനുഷിക സഹായം അയച്ചു. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി
വിമാനമാർഗമാണ് സഹായം അയച്ചത്. എക്സിലെ ഒരു പോസ്റ്റിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്, ഇന്ത്യ ഫിലിപ്പീൻസിനൊപ്പം നിൽക്കുന്നു. തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനം ക്ലാർക്ക് എയർബേസിലേക്ക് പുറപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. സ്വയംഭരണാവകാശമുള്ള ഡാനിഷ് പ്രദേശം ഏറ്റെടുക്കുന്നതിനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ചൊല്ലി നയതന്ത്രപരവും സൈനികപരവുമായ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഗ്രീൻലാൻഡിലേക്ക് സൈനിക വിമാനങ്ങൾ വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു. വടക്കു പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിലെ പിറ്റിഫിക് സ്പേസ് ബേസിലാണ് വിമാനം എത്തുക. ആസൂത്രിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഈ നീക്കം ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തിങ്കളാഴ്ച സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ദാവോസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ക്ഷണം ലോക സാമ്പത്തിക ഫോറം WEF പിൻവലിച്ചു. ഒരു അഭിഭാഷക സംഘം അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിത്. എക്സിലെ ഒരു പോസ്റ്റിൽ 5 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ അബ്ബാസ് അരഖ്ചിയെ അനുവദിക്കില്ലെന്ന് WEF സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.